ഇന്ന് നമ്മുടെ മിനിസ്റ്റർ എത്തിച്ചേർന്നതിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ഇലക്ഷൻ അടുത്തു വരികയാണ്. ഭരണമുണ്ടെന്ന് കരുതി നമ്മൾ പ്രവർത്തിക്കാതിരുന്നാൽ അണികൾ നമ്മുടെ കൈവിട്ടു. പ്രവർത്തനം ഊർജിതമാക്കാൻ നാം സഹകരിക്കണം. നാം ഇന്ന് പൂവിട്ട് വാഴ്ത്തിയ അനന്തൻ നാളെ നമ്മുടെ ശത്രുവായിട്ട് വരും. അവനെ ഇന്ന് സഹായിക്കാൻ ഒരുപാട് വ്യക്തികളുണ്ട്. അത് നമുക്കും പാർട്ടിക്കും ഒരുപാട് ക്ഷീണമാകും. അത് നമ്മൾ ഏതു വിധേനയും തടയണം. അതുകൊണ്ട് അവനെ നമ്മുടെ കൂടെ നിർത്തണം. സമാധാനത്തോടു കൂടി ജീവിക്കുന്നവനാ അനന്തൻ. നമ്മളായിട്ട് അവനെ ഉപദ്രവിക്കണം. അതെ, MLA ജയിച്ചത് പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ടാ. അപ്പൊ പാർട്ടിക്കാർ പറയുന്ന അനുസരിക്കണം. നാരായണ, നീ എന്നെ പൊതുപ്രവർത്തനം പഠിപ്പിക്കണ്ട. പൂർവിക സ്വത്ത് വിറ്റ് എന്തു പറഞ്ഞേ? എടാ, പൂർവിക സ്വത്ത് വിറ്റ് വെറുതെ സംശയിച്ചു. പൊതുപ്രവർത്തനം നടത്തി സ്വന്തമായിട്ടൊരു കുടുംബം പോലും സമ്പാദിക്കാതെ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാ എന്റെ ജീവിതം. ഉള്ളവന്റെ കയ്യിൽ നിന്നും വാങ്ങിവെച്ച് ഇല്ലാത്തവന് കൊടുക്കുന്നതാ എന്റെ രീതി. ഇന്നും എന്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടേ ഉള്ളൂ. കിട്ടിയ കാശിന് മുഴുവൻ മൂക്കറ്റം കള്ളും കുടിച്ച് കുടുംബം നോക്കാതെ നാട് മുഴുവൻ തെണ്ടി നടക്കുന്ന നീയാണോടാ രാഷ്ട്രീയ പ്രവർത്തകൻ? മന്ത്രി സാറേ, എനിക്ക് അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. ഞാൻ ഇറങ്ങുന്നു. സർ, അല്ല സാർ, അനന്തന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് സഹായിക്കുന്ന നമ്മുടെ MLA സാറാണ്. അതിന് ഒരുപാട് പേർക്ക് എതിർപ്പുണ്ട്. അദ്ദേഹം ജയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. ചെല്ലപ്പാ, അനന്തം പൊന്തരുത്. അത് എങ്ങനെ, എപ്പോ എന്ന് ഞാൻ പറയണോ? അതിന് വേണ്ടത് അങ്ങോട്ട് ചെയ്യാം. കാര്യങ്ങൾ വൈകരുത്, വേഗം വേണം. ഓക്കെ, ശരി എന്നാ.